ആദ്യം തന്നെ വളരെ അഭിമാനവും സന്തോഷവും നിറഞ്ഞ ആഹ് അവസ്ഥയാണുള്ളത്. കാര്യം ഞാന് ഈ പുസ്തകത്തിന്റെ ആഹ് ഓക്കേടെ ഓരോ പുസ്തകം വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആഹ് കാണുന്നതാണ്. പക്ഷെ ഇത് ഏറ്റുവാങ്ങാൻ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും അതെന്നെ ശരിക്കും അത് ഒരു അഭിമാനമായിട്ടും സന്തോഷായിട്ടും ഞാൻ ഒരിക്കലും മറക്കില്ല. ഓക്കെ. അപ്പോ ഈ പിന്നെ അതിനകത്തേക്ക് വരുന്ന നിശബ്ദത ഒരു പരിഹാരമല്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ പുസ്തകത്തിന്റെ തലക്കെട്ടുള്ളത്. ഞാന് പറയായിരുന്നു എങ്ങനെയാണ് സംസാരിക്കേണ്ടത് പി.കെ. പോക്കർ മാഷൊക്കെ ഇരിക്കുന്ന ഈ സ്ഥലത്തെന്ന് ഞാൻ ഓക്കെയോട് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുക എന്ന് ആണ് എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നിയത് ഈ പുസ്തകം കലയുടെ പുസ്തകമായാലും ഈ നിശബ്ദത ഒരു പരിഹാരമല്ല എന്ന ഈ പുസ്തകമായാലും സമകാലിക രാഷ്ട്രീയ സാമൂഹിക ആം, സാഹിത്യ സന്ദർഭങ്ങളോട് പല നിലയിൽ സംവാദത്തിൽ ഏർപ്പെടുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുസ്തകങ്ങളെ നിരന്തരം വായിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. അതിനകത്ത് ആഹ് പോക്കർ മാഷ് വളരെ നന്നായിട്ട് തന്നെ ആദ്യത്തെ 2 ലേഖനങ്ങളെ വേടന്റെ ലേഖനമൊക്കെ മുൻനിർത്തി സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വിചാരിച്ചത് ഈ പുസ്തകം പിന്നെ സമകാലികത പിന്നെ സ്മരണ സാഹിത്യം ഈ 3 തലക്കെട്ടുകളിലായിട്ടാണ് പുസ്തകത്തിന്റെ ലേഖനങ്ങൾ വിന്യസിച്ചിട്ടുള്ളത്. അതിനകത്ത് ആദ്യ ഭാഗം നമ്മളൊക്കെ നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഒരുപടി മുന്നേ നടന്ന് എഴുതിയ ലേഖനങ്ങളാണ് ഇവയിൽ കാണാവുന്നത്. അതിനകത്ത് പിന്നെ ആദ്യത്തെ ലേഖനം സരത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വരുന്നു. എം.എസ്.എസ്. പാണ്ഡ്യന്റെ പിന്നെ ദ പൊളിറ്റിക്കൽ ഇമേജ് ട്രാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഫിലിമിലും പൊളിറ്റിക്സിലും എങ്ങനെയാണ് അത് കൃത്യമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അതിനകത്ത് എനിക്ക് തോന്നിയത് ശരിക്കും നല്ലൊരു അവസരത്തിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയുടെ വിജയം നടന്ന അതിന് മുന്നേ കണ്ട് എത്രമാത്രമാണ് അതിനെങ്ങനെയാണ് ചരിത്രവൽക്കരിക്കേണ്ടത്, എങ്ങനെയാണ് മുൻ കാല രാഷ്ട്രീയ സന്ദർഭങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വിജയുടെ കടന്നുവരവിനെ വിലയിരുത്താനാണ് ആ ലേഖനം ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് സാറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ യാതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ ബാധ്യതകളും ഇല്ലാതെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഐ എം എ മോഡേൺ മാൻ എന്നും പറഞ്ഞിട്ട് നമ്മളെ ഇടയിലേക്ക് വരികയും തൂത്തുവാരിക്കൊണ്ട് പിന്നെ ഇലക്ഷൻ പിന്നെ കഴിയുകയും ചെയ്യുന്നു, അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. അതിന് മുന്നേ ആയിട്ട് ഒരു പിന്നെ നിരീക്ഷകൻ എന്ന നിലയിൽ അതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ലേഖനത്തിലാണ് പുസ്തകം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മളെല്ലാവരും പറയുന്നത് പോലെ സംവരണവും സമകാലികതയും എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് പിന്നെ സംവരണ വിഷയങ്ങളില് നിരന്തരം എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് സംവരണ വിരുദ്ധമായിട്ടൊരു വികാരവും നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സാമൂഹിക നീതിയുടെയും അവസര സമത്വത്തിന്റെയും കാര്യമായിട്ട് ചർച്ച നീങ്ങേണ്ടടത്ത് അത് എന്തോ പിന്നെ അനുചിതമായി കൈകാര്യം ചെയ്യുന്ന ഒന്നായിട്ട് അതിനെ കരുതുന്നിടത്താണ് പ്രശ്നമെന്ന് ലേഖനം അടിവര ഇട്ടുകൊണ്ട് അതിന് വേണ്ട ഡേറ്റകളും കൃത്യമായി തന്നുകൊണ്ടാണ് ആ ലേഖനം നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഒരു ലേഖനമുണ്ട്, സ്ത്രീയുടെ പ്രാതിനിധ്യം, അതോടൊപ്പം തന്നെ മുസ്ലിം അപരവൽക്കരണം, ഇതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചില തിരഞ്ഞെടുപ്പ് വിചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ശരിക്കും പറഞ്ഞാല് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പില് പിന്നെ സ്ത്രീയുടെ പ്രാതിനിധ്യം അതിന്റെ ഡീറ്റെയിൽഡ് കണക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് പിന്നെ തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ എപ്പോഴും പറയും പിന്നെ പകുതിയെങ്കിലും കിട്ടണം. പക്ഷെ ഡാറ്റകളൊക്കെ നോക്കുമ്പോൾ കേരളത്തിലെ ലോകസഭയിലെ ഇന്ത്യയിലെ എല്ലാ ഡാറ്റകളും നിയമസഭയിലെ എല്ലാം നോക്കുമ്പോൾ 10ൽ താഴെയാണ് നമ്മുടെ സ്ത്രീ പ്രാതിനിധ്യം. അത് ഇരു പാർട്ടികളും കണക്കാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിൽ. അപ്പൊ അത് കർശനമായ നിയമമൊക്കെ കൊണ്ടുവന്നാലേ ഒരു 10%
പിന്നെ കുറയാത്തൊരു പ്രാതിനിധ്യം ഉണ്ടാകൂ എന്ന് അടിവര ഇട്ടുകൊണ്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വേടന്റെ പിന്നെ ആഹ് പാട്ട് അതിന്റെ എങ്ങനെയാണ് സംസ്കാരത്തിനകത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ലേഖനം ചർച്ച ചെയ്യുന്നത്. അപ്പോ എന്തുകൊണ്ട് വേടൻ ഇപ്പോ സിലബസിൽ വന്നപ്പോൾ ഉണ്ടായ ബഹളം നമുക്കറിയാം. ഇപ്പോ സിലബസിൽ വന്നതിനടക്കം അത്തരം ചർച്ചകൾ അടക്കം സമാഹരിച്ചുകൊണ്ടാണ് ആ ലേഖനം നിൽക്കുന്നത്. അപ്പൊ സിലബസിൽ വരുമ്പം നമുക്ക് പി കുഞ്ഞിരാമൻ നായരെ പഠിക്കാം, ബാക്കി എല്ലാരെയും പഠിക്കാം. അവരുടെ വ്യക്തി ജീവിതവും സംഘർഷങ്ങളൊന്നും നമ്മൾ വലിയ കലമ്പലുണ്ടാക്കില്ല. പക്ഷെ വേടനെ പോലെ ഒരാൾ വരുമ്പോഴേക്ക് അവരുടെ വൈയക്തിക ജീവിതത്തിലേക്കും ഇതിലേക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ജാഗ്രത ആവുന്നതിന്റെ കാര്യം, വേടൻ പറഞ്ഞ രാഷ്ട്രീയം അത് അംബേദ്കറേറ്റ് രാഷ്ട്രീയമാണ്, അയ്യങ്കാളിയുടെ രാഷ്ട്രീയമാണ്, ലോകത്തുള്ള എല്ലാ വിധത്തില് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്നിടത്ത് എല്ലാ പിന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് ഈ സാധനം പറയുന്നത് കൊണ്ട് തന്നെയാണ് അതെങ്ങനെയാണ് നമ്മുടെ സാമാന്യ ധാരണകൾക്ക് മുകളിൽ വലിയൊരു അടിയാവുന്നത്. അതുകൊണ്ടാണ് വേടനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ വരുന്നതെന്ന് വളരെ സൂക്ഷ്മമായിട്ട് അതിന് വേണ്ട എല്ലാ സാമഗ്രികളും വെച്ച് പറയുന്ന ഒരു ലേഖനാണ് അത്. അതിനോടൊപ്പം തന്നെ സ്ത്രീയുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ സ്ത്രീയുടെ പ്രാതിനിധ്യം മാത്രമല്ല ദളിത് പിന്നെ എല്ലാവരുടെയും പ്രാതിനിധ്യ കണക്കുകൾ വരുമ്പം നമുക്ക് ഒരു ഞെട്ടലാണുള്ളത്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത്, അതിലേക്ക് കൂടി ചില സൂചനകൾ വെച്ചുകൊണ്ടാണ് ലേഖനങ്ങൾ നിൽക്കുന്നത്. പിന്നെ അയ്യങ്കാളി ആധുനിക കേരളം എന്നുള്ള ലേഖനമാണ്. അതിനകത്ത് പിന്നെ അയ്യങ്കാളി നമ്മളെ എങ്ങനെയൊക്കെയാണ് അയ്യങ്കാളിയെ കണ്ടത്, പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പിന്നെ തൊഴിൽ മുടക്കിക്കൊണ്ട് സമരം ചെയ്യുന്ന ഒരാളായിട്ട് ഇങ്ങനെയൊക്കെ കടന്നു വരുന്ന അയ്യങ്കാളി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അല്ലഞ്ഞാല് പിന്നെ ജാതിയെ നമ്മളിങ്ങനെ വലിയൊരു നാട്യം കൊണ്ട് പുരോഗമന നാട്യം കൊണ്ട് ഇല്ല എന്ന് പറയുന്നിടത്തല്ല കേരളം ഇന്ന് നിൽക്കുന്നത് എന്ന് അടയാളപ്പെടുത്തുന്നു. കൃത്യമായിട്ട് ജാതിയെ പിന്നെ അയ്യങ്കാളി എല്ലാവർക്കും പിന്നെ തുല്യതയുള്ള എല്ലാവർക്കും വിദ്യാഭ്യാസം സാധിക്കുന്ന ഒരു സ്ഥലത്തെ സങ്കല്പിച്ചെങ്കിൽ ഇന്ന് നമ്മൾ പുരോഗമന കേരളത്തിൽ അത് സാധിക്കാത്തതിന്റെ ഒരുപാട് വിഷയങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മുടെ കേരളം കേൾക്കുന്ന മരണങ്ങളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് പ്രബന്ധത്തിന്റെ ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം കടന്നു പോകുന്നത്. രണ്ടാമത്തെ ഭാഗത്തിനകത്ത് സ്മരണകളാണ്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത പിന്നെ കെ കുദ്സ്, പിന്നെ അതോടൊപ്പം തന്നെ കുഞ്ഞാമ്മൻ മാഷ്, പിന്നെ തുടർന്ന് വരുന്ന കെ ദാസ്, അതോടൊപ്പം തന്നെ പിന്നെ കേരളം കാണാത്ത അദൃശ്യ ചരിത്രകാരൻ എന്നും പറഞ്ഞിട്ട് പിന്നെ ദളിത് പിന്നെ ചരിത്രകാരന്മാരെ കുറിച്ച് ഒക്കെയാണ് ഈ പിന്നെ സ്മരണകളുടെ ഭാഗത്ത് പറയുന്നത്. പിന്നീട് സാഹിത്യ സംബന്ധിയായിട്ടുള്ള ചില ആലോചനകൾ മുന്നോട്ട് വയ്ക്കുന്ന 4 ലേഖനങ്ങൾ കൂടിയാണ് ഈ പിന്നെ പ്രബന്ധത്തിന് ഈ പുസ്തകത്തിനകത്ത് കടന്നു വരുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഒറ്റാൽ എന്നുള്ള കവിതയുടെ ഒരു ആമുഖ പഠനമായിട്ട് അത് നിലവിലെ നിഷയുടെ കവിതയുടെ ആമുഖ പഠനമാണ്. അതിനകത്ത് ഇതുവരെ ആവിഷ്കരിക്കപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് പിന്നെ മറികടന്ന് പോകുന്ന ഒരു എഴുത്തിനെ നമുക്ക് കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ ദേശചരിത്രം നോവലിലേക്ക് വരുമ്പോൾ കഥ എങ്ങനെയാണ് മലയാളത്തിന്റെ ചരിത്ര വഴികളിലൂടെ പല ആംഗിളില് പിന്നെ രൂപീകരിച്ചുകൊണ്ട് നടന്നത്, ഇങ്ങനെയൊക്കെയാണ് കഥ, കവിത, നോവൽ എന്നിവയൊക്കെ മുൻനിർത്തിയിട്ടാണ് ആ ലേഖനങ്ങൾ നിൽക്കുന്നത്. ഇപ്പോ സാഹിത്യത്തെ സംബന്ധിച്ചായാലും നമ്മളെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയ ദളിത് എഴുത്ത് പിന്നെ എഴുത്തും ആക്ടിവിസവും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആളുകള്, വ്യക്തികള്, അവരുടെ ഓർമ്മകള്, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പിന്നെ സവിശേഷമായ രാഷ്ട്രീയ സന്ദർഭങ്ങളുണ്ട്. വളരെ പൊളിറ്റിക്കലി
അതോടൊപ്പം തന്നെ വളരെ ക്രിയാത്മകമായി സർഗാത്മകമായി പ്രതികരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ്, നിരന്തരം വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമായിട്ടാണ് നിശബ്ദത ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞ ഈ പുസ്തകം നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. തുടർ ചർച്ചകളിലും പങ്കെടുക്കാം. താങ്ക് യു.